ഇപ്പൊ സിനിമ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായത് ബിഗ് ബോസിലെ അനീഷ് എന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ വോയിസ്. അത് പഠിക്കാൻ എത്ര ദിവസം എടുത്തു? അത് പഠിച്ചൊന്നുമല്ല, അത് ആ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ സ്പോട്ടിൽ വെച്ചിട്ട് ചെയ്തൊരു സാധനമാണ്. സ്പോട്ടിൽ അടിച്ചതാ? സ്പോട്ടിൽ അടിച്ച കാരണം നമുക്ക് കേട്ടറിവുണ്ടല്ലോ. അതായത് ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് വീട്ടിലൊക്കെ ചുമ്മാ പറയാറൊക്കെ ഉണ്ട്, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, നീ ഇന്നലെയും മീൻ വറുത്തത് വെച്ചു, എനിക്ക് ഇന്ന് വേണ്ടത് ചിക്കൻ ഫ്രൈ ആണ്, എനിക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചുമ്മാ വീട്ടിൽ തമാശക്കൊക്കെ അങ്ങനെ ചെയ്ത് പോകുന്നുള്ളൂ. ഇത് കോളേജിൽ ചെന്നിട്ട് UC കോളേജിലായിരുന്നു. അത് എൻ്റെ വാപ്പ പഠിച്ച കോളേജാണ്. ഓക്കെ, UC കോളേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പോൾ. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ വാപ്പ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് ഒന്ന് ഗസ്റ്റായിട്ട് വന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബാക്കിലോട്ടൊരു ടൈം ലാപ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതേ വേദിയിൽ തന്നെ എൻ്റെ വാപ്പ ഒന്ന് മിമിക്രി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഫോർവേഡ് ടൈം ലാപ്സ് അടിച്ച് നോക്കുമ്പോൾ മകനായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും മിമിക്രി കാണിക്കാൻ ട്രൈ ചെയ്യണ്ടേ ഉറപ്പിക്കും. പിന്നെ പിള്ളേർ നല്ല ക്ലാപ്പായിരുന്നു. ആ ഒരു വേദിയെ ഉണർത്തി കേട്ടോ. അതെ അതെ, എന്താ വെച്ചാൽ അത് ഇപ്പം ഞാൻ അന്വേഷിച്ച് കാണിക്കുമ്പോൾ അത് മൊബൈലിൽ കാണുമ്പോൾ ഇതിൻ്റെ കൊണ്ട് തന്നെയല്ലേ, ശരിക്കും അത് തന്നെയാണ്. പക്ഷെ കോളേജിൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ കാണിക്കുമ്പോണ്ടല്ലോ ഇവർക്ക് ഡയലോഗ് കേട്ടാൽ മതി. ആ സ്റ്റൈൽ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, ഈ സാധനോട് പറയുമ്പോൾ തന്നെ കൈയടി പൊട്ടി. ഇതിപ്പോ അനീഷിന്റെ വോയിസ് ആയിട്ട് യാതൊരു സിമിലാരിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല, എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അപ്പം അല്ല, അവർക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ കൈയടിക്കത്തില്ലല്ലോ. ഇത് ഭയങ്കര കൈയടിയായിരുന്നു. ഇത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നിങ്ങൾ പോലുള്ള സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുത്ത് തന്നെ വൈറലായി.